ബലാത്സംഗ കൊലപാതകത്തെ തുടർന്ന് സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. മറ്റൊരു ബലാത്സംഗത്തിനായി കാത്തിരിക്കാനാകില്ല. മാറ്റങ്ങൾ ഉടൻ ഉണ്ടാകണമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. രാജ്യവ്യാപകമായി പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ശുപാർശ നൽകാനാണ് കർമ്മസമിതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നാവികസേനാ സർജൻ വൈസ് അഡ്മിറൽ ആർ.ഡി. സറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ മുതിർന്ന ഡോക്ടർമാർ, എയിംസ് ഡൽഹി കാർഡിയോളജി വിഭാഗം ഹെഡ് പ്രൊഫസർ അനിത സക്സേന, ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ പത്മ ശ്രീവാസ്തവ, മുംബൈ ഗ്രാൻഡ് മെഡിക്കൽ കോളേജ് ഡീൻ പ്രൊഫസർ പല്ലവി സാപ്രെ, മുൻ ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറി, ഹോം സെക്രട്ടറി തുടങ്ങിയവരുണ്ട്. ആവശ്യമെങ്കിൽ എമർജൻസി മുറികളിൽ കൂടുതൽ സുരക്ഷ, ആയുധങ്ങൾ തടയാൻ ബാഗേജ് സ്ക്രീനിംഗ്, തിരക്ക് നിയന്ത്രിക്കാൻ അധിക സുരക്ഷ, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വിശ്രമിക്കാൻ പ്രത്യേക മുറികൾ, ശുചിമുറികൾ, കൃത്യമായ CCTV സർവൈലൻസ്, രാത്രി നേരത്തെ ഡോക്ടർമാർക്ക് ഗതാഗത സൗകര്യം തുടങ്ങിയ നിർദ്ദേശങ്ങളിലാണ് സമിതി പഠിച്ച് ശുപാർശ സമർപ്പിക്കുക. അക്രമങ്ങൾ സംഭവിക്കാതെ ചെറുക്കാൻ മുൻഗണന പദ്ധതികൾ. പ്രാഥമിക റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകവും പൂർണ്ണ റിപ്പോർട്ട് 2 മാസത്തിനകവും സമർപ്പിക്കണം. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്നാരോപിച്ച് ബംഗാൾ സർക്കാരിനെയും പോലീസിനും രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു സുപ്രീം കോടതി. ആശുപത്രി ആക്രമണം തടയാൻ പോലീസിന് സാധിച്ചില്ല. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റാൻ ശ്രമിക്കേണ്ട എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കാൻ CBIക്ക് അനുമതി ലഭിച്ചിട്ടുമുണ്ട്. ഇന്നു തന്നെ നുണപരിശോധന നടന്നേക്കും. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക തിരിമറികൾ അന്വേഷിക്കാൻ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ ബംഗാൾ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.